Good afternoon, everyone. Good afternoon. Good afternoon. Okay. Then, how are you all? സുഖാണോ? എവിടെ ആരുമില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? കേൾക്കുന്നുണ്ടോ? Am I audible? Good afternoon, സ്നേഹ. എന്താണ് ഒന്നും ഇണ്ടാത്തെ? എന്ത് സൈലന്റ് ആണ് ക്ലാസ്? ആരുമില്ല. ആരുമില്ല ആണോ? ആണോ പറഞ്ഞേ? ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പ്രസന്റ് ചെയ്യാനായിട്ട്? ഉണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഓക്കെ. ടെൻസ് ഒന്നുകൂടി എടുത്തു അല്ലെ? ടെൻസ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഡൗട്ട്സ് വന്നു. ആദ്യം മുതലേ ഞാൻ ടെൻസ് എടുത്തു. യെസ്. അതിൽ നമ്മള് പ്രസന്റ് ടെൻസ് എവിടെ വരുത്തി? ഐ തിങ്ക് പ്രസന്റ് കണ്ടിന്യൂസ് വരെ എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആണോ? അതെ. ആണോ? പറയൂ. എന്താണ് നീതു, അഞ്ജലി, വീണ, വളവിക? പ്രസന്റ് കണ്ടിന്യൂസ് എത്തിയിട്ടുള്ളൂ ടീച്ചർ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് 30 ഞാൻ. നീതു കേട്ടില്ല. പറയൂ. അല്ല, റിപ്പീറ്റ് ചെയ്തപ്പോ അവിടെ വരെ എടുത്തിട്ടുള്ളൂ. പ്രസന്റ് കണ്ടിന്യൂസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്താണ് സ്റ്റുഡൻസ് വളരെ കുറവാണല്ലോ. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടാവാറുള്ളോ? ആണോ? എന്താണ് ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്? അപ്പൊ ആരെങ്കിലും ഒരാളെ റെസ്പോണ്ട് ചെയ്യൂ. അല്ല. വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് ചെയ്യണ്ടല്ലേ? വെയിറ്റ് ചെയ്യണോ? ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കും ആരും വരാത്തേന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരു 10-15 പിള്ളേരൊക്കെ കാണും ഇംഗ്ലീഷ് ആണെങ്കിലും. ഇന്ന് സ്ട്രെങ്ത് ഭയങ്കര കുറവാ. ശരിയാ, നെറ്റ് പ്രോബ്ലം ആണ്. ഓക്കെ അഞ്ജലി. മഴയാണ്. ആണോ? അവിടെ മഴയുണ്ടോ? സ്ഥലം എവിടെയാണ്? ഇവിടെയും അങ്ങനെ വഴിയില്ല. ചെറിയ ചെറിയ മഴക്കാരുണ്ട്. ചെറിയ ചാടുന്നുണ്ട്. അത്രയ്ക്കും. പത്തനംതിട്ട. ഓക്കെ. മിക്കപ്പോഴും ഞാനിപ്പോ സ്ഥലം ചോദിക്കുന്നുണ്ടല്ലേ? മറന്നു പോകുന്നതാണ് കേട്ടോ. മഴയാണ്. സ്നേഹ വർക്കിംഗ് ആണല്ലോ. അറിയാം, സംസാരിക്കാൻ പറ്റില്ല. കുഞ്ഞിന് വയ്യ ആണോ? പനിയാണോ? എല്ലാവർക്കും പനി ഉണ്ട് ഇപ്പോ. വൈറൽ ഫീവർ ആണല്ലോ. പനിയാണ്. സീസൺ ആണത്. സീസൺ ഇല്ലത്താണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സിംഗിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്, ഇത് രണ്ടും ക്ലിയർ ആയോ? കയ്യിലുണ്ട്. ഓക്കെ. വാശി ഉണ്ടാകാം അല്ലെ? അറിയാത്തോണ്ട് വാശി ഉണ്ടാകാം. ഓക്കെ അഞ്ജലി, ശ്രദ്ധിച്ചിരിക്കാം. അതെ. പറഞ്ഞ രണ്ട് ടെൻസ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. സിംഗിൾ പ്രസന്റ് ഷുവർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ഓക്കെ. അവൾ ടി വി കാണുന്നു എങ്ങനെയാ പറയാ? ഒന്ന് പറഞ്ഞേ എല്ലാവരും. അവൾ ടി വി കാണുന്നു. ടെക്സ്റ്റ് ചെയ്താലും മതി. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. അവൾ ടി വി കാണുന്നു.
അവൾ ടി വി കാണുന്നു. എന്താണ് ടെക്സ്റ്റ് ചെയ്യുന്നില്ലല്ലോ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും ചെയ്യണം, മസ്റ്റ് ആണ്. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. അവൾ എല്ലാ ദിവസവും രാവിലെ ടി വി കാണുന്നു. അതൊന്ന് പറഞ്ഞേ, അവൾ എല്ലാ ദിവസവും രാവിലെ ടി വി കാണുന്നു. അവൾ എല്ലാ ദിവസവും രാവിലെ ടി വി കാണുന്നു. Okay. Simple present tense and present continuous tense. ഈ രണ്ടു ടെൻസസ് ക്ലിയർ ആണോ? Do you have any doubts or any question? പറയൂ, ക്ലിയർ ആണോ? Is it clear or not? Clear? Yeah. Okay, clear. അവൾ ടി വി കാണുകയാണ്. ഇങ്ങനെ പറയാം, അവൾ ടി വി കാണുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ, എല്ലാവരും ചെയ്യൂ കേട്ടോ. അൻസി, മാളവിക, സ്നേഹ, നീതു, അയന, പൂർണിമ, എല്ലാവരും. പേര് വിളിക്കാത്തവരും ചെയ്യണം കേട്ടോ. അവൾ എല്ലാ ദിവസവും ടി വി കാണുന്നു. അതെങ്ങനെയാ പറയാ? അപ്പോ അവൾ എല്ലാ ദിവസവും ടി വി കാണുന്നു. അവൾ എല്ലാ ദിവസവും ടി വി കാണുന്നു. അവൾ എല്ലാ ദിവസവും ടി വി കാണുന്നു. She's watching TV every day. She was watching TV every day. ഇനിയും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഈ പറയുന്ന രണ്ട് ടെൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എല്ലാവരും പറഞ്ഞേ, ക്ലിയർ ആണോ അല്ലയോ? എല്ലാവരും, എനിക്ക് എല്ലാവരും ഒപ്പീനിയൻ അറിയണം.
ക്ലിയർ ആണോ അല്ലയോ? ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം, ഡൗട്ട് ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയാം, ക്ലിയർ അല്ലെങ്കിൽ നോട്ട് ക്ലിയർ എന്ന് പറയാം. You should send your opinion. Okay? Okay, what about you, Nancy? Clear or not? Doubt. എന്താണ് ഡൗട്ട്? ഇനി നിങ്ങൾ എല്ലാവരും പറഞ്ഞു, ഞാനിപ്പോ 2-3 സെന്റൻസ് സെയിം സെന്റൻസ് തന്നെ തിരിച്ചും മറിച്ചും പാറ്റേൺ മാറ്റിയൊക്കെ ഞാൻ ചോദിച്ചു. നിങ്ങൾ അയച്ച ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കണ്ടല്ലോ അല്ലെ? ഏതൊക്കെ എവിടേക്കാണ് ശരിക്കും വരാന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങള്. ചെയ്യുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസും, ചെയ്യുന്നു എന്ന് പറയുന്ന ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും രാവിലെ ടി വി കാണുന്നു എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആണ്. ഹാബിറ്റ് റൊട്ടീൻ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസും അല്ലേ വരേണ്ടത് അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ശരിക്കും ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, എന്താണ് മനസ്സിലാവാൻ ബുദ്ധിമുട്ട്, എന്താണ് കാരണം, എന്താണ് അതൊന്ന് പറഞ്ഞു നോക്കി. പറയണം, പറഞ്ഞു നോക്കാനല്ല പറയൂ. എനിക്കപ്പോ അതിനനുസരിച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കാം വേണ്ടിയാണേ. ഒന്ന് പറയൂ ആരെങ്കിലും. ആരെങ്കിലും എല്ലാവരും കൂടി പറയാട്ടോ. പറയൂ. നീതു എന്താണ്? നീതു ക്ലിയർ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഇപ്പോഴും മിസ്റ്റേക്ക് വരുന്നുണ്ട്. നീതു എന്താണ് മിസ്റ്റേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കിയാൽ എന്താണ് മിസ്റ്റേക്ക്, എന്താണ്, എന്തുകൊണ്ട് മിസ്റ്റേക്ക് വരുന്നു? നന്നായിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണോ? ടെൻഷൻ ഉണ്ടോ? മിണ്ടാതിരിക്കുക, ക്ലാസ്സിൽ സംസാരിക്കൂ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. എന്തെങ്കിലും അല്ല, അതിനെ കുറിച്ച് പറയൂ. She watches TV every day. Yes, that's correct answer. She watches TV every day. So it's a simple present tense. അതില് എന്താണ് singular verb, singular verb used with singular subject. അതില് സിംഗുലർ വേർബ് ആകണമെങ്കിൽ എന്താണ്? ഒരു എസ് ഒരു ഇഎസ്ഒ അതിൽ ആഡ് ചെയ്യണം, എന്നാലാണ് സിംഗുലർ വേർബ് ആവാ. ഓക്കെ, ക്ലിയർ? എന്താണ് മിണ്ടാത്ത? എന്താണ്? സംസാരിക്കൂ നീതു, ആൻസി സംസാരിക്കൂ, എല്ലാവരും സംസാരിക്കൂ. എന്തൊന്നും മിണ്ടാത്തേ? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഓർത്തിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എവിടെ മിസ്റ്റേക്ക് എന്താ സംഭവം നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ആ ടെൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അറിയാമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ ആണ്, പിന്നെ ഒരു ഹാബിറ്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളും ചിലപ്പോ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ടെൻസ് യൂസ് ചെയ്തായിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും റൊട്ടീനായിട്ട് അല്ലാതെയും പറയുന്ന ചില സെന്റൻസ് കാണാം. അതായത് അവൾ പാട്ട് പാടുന്നു എന്ന് പറയുന്നതും അവൾ പാട്ട് പാടുകയാണ് എന്ന് പറയുന്നതും രണ്ടാണ്. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന സംസാരിക്കുന്ന മലയാളം എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, അവൾ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അത് കറങ്ങി നടക്കുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ അതെന്തായിട്ട് മാറും? പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതും ചെയ്യുകയാണ് എന്ന് പറയുന്നതും ടെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ്
കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യമാണെങ്കിലൊക്കെ പറയുന്നത് മലയാളത്തിലാണെങ്കിൽ പോലും പറയുന്നത് പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ്, കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് നമ്മൾ പറയുന്നത് ഈ റൊട്ടീൻ പറയാൻ, നമ്മുടെ ദിവസത്തെ കാര്യങ്ങൾ പറയാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഞാൻ എന്നും രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, ചായ കുടിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ച് പറയാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലൊക്കെ ചെയ്തോ? അത് ചെയ്തോ? ചെയ്തോ? ആരും ചെയ്തില്ല. ഇല്ല, ഞാൻ കുറെ ഇങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു. ചെയ്ത് നോക്കിയോ? ആ, എന്നിട്ട് പറയൂ, എക്സ്പീരിയൻസ് പറയൂ. മിസ്റ്റേക്ക് വന്നു ഇവിടെ. ചെയ്ത് നോക്കിയായിരുന്നു ഞാന്. ആ, അതായത് നമ്മൾ മലയാളം നോക്കി വെച്ചു, അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയോ? ഇംഗ്ലീഷ് നോക്കിയോ? നോക്കി. എന്നിട്ട് പറഞ്ഞോ? ആ, ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെക്കാട്ടും കുറച്ച് വരുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രസമാണ് അല്ലെ നീതു? കുറച്ച് രസമല്ലേ അത് കണ്ടുപിടിക്കാനും സംസാരിക്കാനൊക്കെ? അതെ അതെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഫീല് കിട്ടില്ല, പഠിച്ചു പറയുന്ന ഒരു ഫീൽ ആയിരിക്കില്ല അത്, അല്ലെ? നമുക്ക് നമുക്ക് ഭയങ്കര താല്പര്യത്തോട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന ഒരു ഫീൽ തോന്നില്ല. അപ്പോ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് മനസ്സിലായല്ലോ? ഞാൻ കുറച്ചും കൂടെ പറയാം. ഇനിയിപ്പോ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നാണ് പറയാം. ഓക്കെ, ഞാൻ അങ്ങനെ ആയിക്കോട്ടെ പറയാ, ക്ലാസ്സിൽ പറയുന്ന അങ്ങനെയായിരിക്കും. കണ്ടിന്യൂസ് വരൊക്കെ ചെയ്യുകയാണെന്നും സിമ്പിൾ പ്രസന്റ് എന്നുള്ളത് ചെയ്യുന്നു എന്നായിരിക്കും ഞാൻ പറയുന്നത്. ആ രീതിയിൽ വേണം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ മലയാളമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അപ്പൊ മലയാളം, നിങ്ങളുടെ അവിടുത്തെ മലയാളം എന്റെ മലയാളം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം, ചിന്തിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്ന ആ രീതിക്ക് തന്നെ ഫോളോ ചെയ്യൂ. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ചെയ്യുന്നു എന്നും പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ് എന്നുമാണ്. ഓക്കെ, അപ്പൊ ഒരു മലയാളം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു നോവൽ വായിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു നോവൽ വായിക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തേ, ഞാനിപ്പോൾ നോവൽ വായിക്കുകയാണ്. ഞാനിപ്പോ ഒരു നോവൽ വായിക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യട്ടോ ആൻസർ. നിമ്മി ക്ലാസ്സിലുണ്ടോ? യെസ് മാം, ഉണ്ട് മാം. ഇവിടെ ഉണ്ട്, കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് മാം. കുറച്ച് ബിസിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു അല്ലെ? അതെ അതെ അതെ. ഇന്നും എങ്ങനെയാ? ഞാൻ ശരിക്കും അത് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാം. എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല കറക്റ്റ് ആയിട്ട്. നമുക്ക് പഠിക്കാം. സോറി മാം, സോറി. കാരണം നിമ്മി സെൻഡ് ചെയ്ത സെന്റൻസ് ഒന്ന് നിമ്മി ഒന്ന് വായിച്ചു നോക്കിയേ. ഐ റീഡ് വൺ നോവൽ. അതിൽ തെറ്റില്ല മാം. എന്താണ് തെറ്റെന്താണ്? ഞാൻ ഒരു നോവൽ വായിച്ചു.
വായിച്ചുവല്ല, അതെ വായിച്ചുവല്ല, വായിക്കുന്നു എന്നാണ് വരാൻ. അതെ, വരേണ്ടത് വായിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയത്. ഐ റീഡ് വൺ നോവൽ. ഞാൻ വായിച്ചു എന്നാണ് ഞാൻ എഴുതിയത്. അല്ല, തെറ്റാണ്. സോറി. ഞാനിപ്പോൾ ഒരു നോവൽ വായിക്കുകയാണ് എന്നാണ് വരേണ്ടത്. പക്ഷെ ടൈപ്പ് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ നോവൽ വായിക്കുന്നു എന്നായി. ഓക്കെ മാം. വായിക്കുകയാണ് എന്നാ വരണ്ടേ. അപ്പൊ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ വരും എന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ വായിക്കുക, ഐ വാസ് റീഡിങ് വൺ നോവൽ, അങ്ങനെ ആയിരിക്കുന്നു. നോ, വാസ് വേണ്ട. ഈ വൺ വേണോ അവിടെ? വൺ വേണോ? വൺ വേണമെന്നില്ല. ഇതെന്ത് വേണം അവിടെ? വണ്ണിന് പകരം എന്ത് വേണം? സോറി മാം, എനിക്കൊരു കോൾ വരുന്നുണ്ട് മാം, ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ പോണേ. സോറി കേട്ടോ. Okay. Now I'm reading a novel. A novel. Okay. A novel ആണ് കേട്ടോ. ആർട്ടിക്കിൾ വേണേ. A novel ആണ് വരാ. Not one novel. ഒരിക്കലും one novel എന്ന് പറയരുത് കേട്ടോ. A novel. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടി 1, 2 അങ്ങനെ നമ്പേഴ്സ് ഒക്കെ പറയാം. എങ്കിൽ ഒരു നോവൽ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് a novel വെച്ച് അവസാനിപ്പിക്കും. Now I'm reading a novel. അല്ലെങ്കിൽ I'm reading a novel. Now പറയണ്ട, ഫസ്റ്റ് തന്നെയാണ് നല്ലത്. Now I'm reading a novel. It's a present continuous tense. Present continuous tense ല് എന്ന് വെച്ചാൽ നമുക്ക് ഓക്സിലറീസ് വേണം അല്ലെ. ഒരു സബ്ജക്റ്റിൽ കൂടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് വേണം. ഹെൽപ്പിംഗ് വേർബും ഓക്സിലറിയും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് വേണം? ഒരു ഓക്സിലറി വേണം. സോ ഇവിടെ സബ്ജക്ട് ഞാൻ ആയതുകൊണ്ടും ഐ ആയതുകൊണ്ടും നമുക്ക് വേണ്ടത് ഏതാണ്? ആം ആണ്. ഐയുടെ കൂടെ വരുന്ന ഓക്സിലറി ആം ആണ്. he, she, it everybody കൂടെ ആണെങ്കിൽ ഈസ് ആണ് വരാ. യു ബി യുടെ കൂടെ നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ I'm reading a novel എന്ന് തരും. ഇനി ഞങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ കളിക്കുകയാണ് എങ്ങനെയാ പറയാം? ഞങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുക അങ്ങനെ പറയും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തിട്ടോ. ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾ എല്ലാവരും ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. നിങ്ങൾ ഓരോ വേർഡും ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ഞങ്ങൾ എല്ലാവരും എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നാണെങ്കിൽ വി ആണ്. വിയുടെ കൂടെ എന്താ ഓക്സിലറി ഉണ്ട്, ആറാണ്. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവരും. എല്ലാവരും എന്താണ് അറിയാലോ നിങ്ങൾക്ക്. പിന്നെ എന്ത് ചെയ്യാണ്? ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും ചെയ്തേ. We are all playing cricket in the ground. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വരേണ്ടത് ഓക്സിലറി ആണ്. ഓക്കെ, അതിനുശേഷം ആയിരിക്കണം വേറെ എന്ത് വേർഡ് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതെന്താണ്? ഓൾ ആണ് അല്ലെ. എല്ലാവരും എന്ന് പറയുമ്പോൾ ഓൾ ആണ്. സോ ഞങ്ങൾ എല്ലാവരും, we are all, ഞങ്ങൾ എല്ലാവരും, we are all playing cricket in the ground. ഇവിടെ നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് വീണ്ടും കൂടെ ആറ് ഓക്സിലറി വന്നത്. ഇനി ഞങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ
വി ഓൾ എന്ന് വരും. വി ഓൾ പ്ലേ ക്രിക്കറ്റ് എന്ന് വരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. എല്ലാവരും എന്താണ്? അതായത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാത്ത എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടത്തില്ലല്ലോ. നിങ്ങൾ ഒന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങളത് സംസാരിക്കും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയൂ. അല്ല മിസ്, ഇപ്പൊ തെറ്റിയത് എല്ലാവരും എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. ക്രിക്കറ്റ് കളിക്കാണ് അങ്ങനെ ശ്രദ്ധിച്ച, എല്ലാവരും എന്നുള്ളത് എഴുതാൻ പറ്റിയില്ല. പിന്നെ ശ്രദ്ധിച്ചില്ല. ആ വേർഡ് മിസ്സായി. വന്ന് മിസ്സായി. ഇപ്പോ നമ്മള് മലയാളത്തിൽ ഇങ്ങനെ പറയും, ഞങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പൊ ഇപ്പൊ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ നമുക്കത് ചിന്തിക്കാൻ പറ്റും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. ഇപ്പോ ഓൾറെഡി കഴിഞ്ഞല്ല, ജസ്റ്റ് അത് കളിക്കുന്നു എന്നാണെങ്കിൽ അത് സിംഗിൾ പ്രസന്റിലാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ എന്ത് വരും? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും. ഞങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നു, സിംഗിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ എങ്ങനെ വരും? സെന്റൻസ് എങ്ങനെ വരും? ഓക്കെ, നിങ്ങള് ക്ലാസ്സിൽ ഇപ്പോ അത്യാവശ്യം ഒരു ഐ തിങ്ക് 12 സ്റ്റുഡൻസ് ഉണ്ട്. ഇത്രയും പേരും എന്നോട് സംസാരിക്കാൻ റെഡിയാണ്. ഇംഗ്ലീഷിലാട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ഓക്കെ, റെഡിയാണ്. തെറ്റുണ്ടാവും, പക്ഷെ റെഡിയാ. പറയൂ, എല്ലാവരും കേൾക്കട്ടെ. സംസാരിക്കാൻ റെഡിയാണോ? കാരണം എല്ലാവരോടും കോമൺ ആയിട്ട് പറഞ്ഞിട്ട് ആർക്കും അത്ര ക്ലിയർ ആകുന്നില്ല. അപ്പൊ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രോബ്ലം അല്ല ഉള്ളത്. പലർക്കും പല രീതിയിലാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അപ്പൊ അത് ഓരോരുത്തരോട് എനിക്ക് ചോദിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ഓക്കെ, കാരണം കുറച്ചുപേര് ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ചുപേര് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. അഞ്ജലി എനിക്ക് അറിയാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്തുതരാം. ബാക്കി എല്ലാവരും ഓക്കെയാണ് സംസാരിക്കാൻ? ആൻസി, മാളവിക, നീതു ഓക്കെയാണ്. യെസ്, മാളവിക ഓക്കെയാണ്. സ്നേഹ വർക്കിംഗ് ആണ്. അയ്യോ, ആൻസി ഓക്കെയാണ്. ദെൻ പിന്നെ ആരൊക്കെയാണ്? അങ്ങനെ ഓക്കെയാണ് എന്ന് പറയുന്നവരോട് മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ, അവരോട് മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചോദിക്കുന്നേ. കുറച്ച് പേര് മാത്രമേ ഉള്ളൂല്ലോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് നീതു. നീതുവിന് സിംഗിൾ പ്രസന്റ് ടെൻസ് എന്താണ് മനസ്സിലായത് എന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ വേണമെങ്കിലും പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചല്ലാതെയും നീതുവിന് എങ്ങനെയാണ് മനസ്സിലായത് അത് മാത്രം, അതിനെ കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്, അതായത് ഇപ്പൊ ചെയ്യുന്നത് അതിന്റെ റൂള് സബ്ജക്റ്റും പ്ലസ് V1 അതിന്റെ കൂടെ. ഇപ്പം നമ്മൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതിനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അതാണ് പ്രശ്നം. മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോ ഇപ്പൊ നടക്കുന്നൊരു കാര്യമല്ല.
മനസ്സിലായോ? അത് ഇപ്പോ നടക്കുന്ന കാര്യമല്ല എന്ന് പറയാൻ കാരണം ഡെയിലി റൊട്ടീൻ നമ്മുടെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങള് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ്. യെസ്, അങ്ങനെയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ല, ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായോ? അതും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാസ്റ്റിലേക്ക് പോകാനും പാടില്ല. ഓക്കെ, പ്രസന്റിൽ തന്നെ തൊട്ട് മുമ്പ് കഴിഞ്ഞൊരു കാര്യം, അതായത് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയണ്ടേ നമുക്ക്. അങ്ങനെ പറയുന്നതാണ് ഈ സിമ്പിൾ പ്രസന്റ്. മനസ്സിലായോ? ഡെയിലി ചെയ്യുന്ന കാര്യം, അത് റൊട്ടീൻ ആകാം, ഹാബിറ്റ് ആകാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് ആകാം. ഇതെല്ലാരും നമ്മൾ ഈ ടെൻസിലാണ് പറയാറ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞേ, ഇതൊന്ന് പറഞ്ഞേ മലയാളത്തിൽ അങ്ങനത്തെ കുറച്ച് സെന്റൻസുകൾ. ഐ വാച്ച് മൂവി. കറക്റ്റ് ആണോ? മലയാളത്തിൽ പറയും, മലയാളം സെന്റൻസ്. മലയാളത്തില് ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് കഴിച്ചിരുന്നു. കറക്റ്റ് ആണോ? ഇതൊക്കെ മലയാളത്തിൽ ഏതായിട്ട് കഴിഞ്ഞ പ്രവൃത്തിയാണോ? ആണോ? എങ്ങനെ മനസ്സിലായില്ല. കഴിഞ്ഞൊരു കാര്യമാണ് ഇതൊക്കെ. ഇപ്പൊ പറഞ്ഞ രണ്ട് സെന്റൻസും നമ്മൾ ചെയ്തൊരു കാര്യമാണോ? ഇപ്പൊ പറഞ്ഞ ഭക്ഷണം കഴിച്ചു. കഴിച്ചു മീൻസ് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അതെ. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ടി വി കാണുന്നു. ടി വി കാണുന്നു. ടി വി കാണുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡെയിലി ചെയ്യുന്നൊരു പ്രവൃത്തിയാകാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും 10 മണിക്ക് ഞാൻ ടി വി കാണുന്നു എന്ന് പറയാം. എല്ലാ ദിവസവും ഒരു 9 മണിക്ക് ഞാൻ പഠിക്കുന്നു എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് കാറ്റഗറിയിലാണ് പെടുത്തുക. ഓക്കെ, പോകുന്നു, ചെയ്യുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്ന എല്ലാരും സിമ്പിൾ പ്രസന്റിലാണ് വരാം. ഓക്കെ, അപ്പൊ കുറച്ച് മലയാളം എന്ന് പറഞ്ഞേ. ഞാൻ പത്രം വായിക്കുന്നു. ഞാൻ പത്രം വായിക്കുന്നു. അതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റി. ഐ റീഡ് ന്യൂസ് പേപ്പർ. I read newspaper, correct. Then ഞാൻ ഫുഡ് കഴിക്കുന്നു. I eat food. I eat food. I eat food. ഒരിക്കലും അങ്ങനെ ഫുഡ് ഈറ്റ് എന്ന് പറയാൻ, ഞാൻ ഫുഡ് കഴിക്കുന്നു എന്നല്ല. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. I eat fruits അല്ലെങ്കിൽ I eat lunch അങ്ങനെ പറയാം. I eat breakfast. Okay. Then I brush teeth. I brush teeth. I brush my teeth. Okay, I brush my teeth. Okay. അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു സിമ്പിൾ പ്രസന്റൻസ് മനസ്സിലായാലോ? ഇനിയിപ്പോ നമുക്ക് പറയാം, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. അതെങ്ങനെയാണ് പറയാ? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇപ്പോ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ആൻസർ പറയാൻ പറ്റില്ല. ഇറ്റ്സ് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെ? ഇപ്പൊ പറക്കുന്നു എങ്ങനെയാ പറയാ? The bird fly in the sky. Birds flying in the sky എന്ന് പറയാം അല്ലെ? അല്ലെങ്കിൽ fly in the sky എന്ന് പറയും. ഇനി സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇറ്റ്സ് ഓൾസോ യൂണിവേഴ്സൽ ട്രൂത്ത്. സൂര്യൻ ഈസ്റ്റ്. എന്താണ്? The sun rays. The sun rays അല്ല, rise ആണ്. Okay, rise. അങ്ങനെ തന്നെയാണോ? എങ്ങനെ മാം? അങ്ങനെ തന്നെയാണോ?
കൺഫ്യൂസ്ഡ് ആവും. അവിടെ ഒരു റൂൾ ഉണ്ട്, നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് റൂൾ ഉണ്ടല്ലോ. എന്ത് റൂളാണുള്ളത്? ചെയ്യുന്നു മീൻസ് അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. എന്താ പറയാ, അത് ദിവസവും നടക്കുന്ന റൊട്ടീൻ അല്ലേ? അതാണോ അങ്ങനെ? ഒരു റൂൾ ഉണ്ടല്ലോ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ റൂൾ ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആയിരുന്നു യൂസ് ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പോ സൂര്യൻ കിഴക്കൊതിക്കും എന്ന് പറയുമ്പോ സൂര്യൻ എന്ന് പറയുന്ന ഏത് സബ്ജക്റ്റ് ആണ്? എനിക്ക് മനസ്സിലായില്ല. സൂര്യൻ എന്ന് പറയുന്നത് ഏത് സബ്ജക്ട്? സൺ സൺറൈസ്. അതായത് നമുക്ക് സിംഗുലറും പ്ലൂറലും സബ്ജക്റ്റ് ഇല്ലേ അല്ലേ? അല്ലെ ഐയും യുയും ബി ഒക്കെ പ്ലൂറൽ ആണ്. ഓക്കെ, സിംഗുലർ എന്ന് പറയുമ്പോ ഒറ്റയാണ്. ഹി ഷീ ഇറ്റ് എവരിബഡി എന്നൊക്കെ പറയുന്നതൊക്കെ സിംഗുലർ ആണ്. ഓക്കെ, അപ്പോ ഈ സൂര്യൻ, ഈ സണ്ണ്, ഇത് ഏത് കാറ്റഗറിയിൽ പെടും? അവനോ അവളോ അതോ എല്ലാവരും? എന്താണ്, ഏത് കാറ്റഗറിയിലാ പെടാ? എന്താണ്, കഴിഞ്ഞു പോയോ? ഈ സണ്ണ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ നീതു? മനസ്സിലായി. സൂര്യ സിംഗുലർ ആണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. The sun rises in the east എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പ്. ഏകദേശം നീതുവിന് സിംഗിൾ പ്രസന്റ് ടെൻസ് ഓക്കെ ആണ്. ഈ റൂളുകൾ പഠിക്കണം. ഇനി ഞാൻ പറയാണ്, മീറ്റിംഗ് ഒരു 10 മണിക്ക് തുടങ്ങും. എങ്ങനെ പറയും? മീറ്റിംഗ് ഒരു 10 മണിക്ക് തുടങ്ങുന്നു എന്ന് പറയും. തുടങ്ങുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെയാ പറയാ? The meeting started in the 10 o'clock. അയ്യോ, sorry. ചെറിയ മിസ്റ്റേക്ക് ആണ് വരുത്തുന്നതെങ്കിൽ അത് വലിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. സെന്റൻസ് വൈസ് ഓക്കെ, പക്ഷെ ഒരു സാധനം ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് നോക്കി, മീറ്റിംഗ് ഒരു 10 മണിക്ക് തുടങ്ങുന്നു എന്നാണെങ്കിൽ The meeting starts at 10 o'clock. The meeting start ഓക്കെ. സ്റ്റാർട്ട് ആണ് വരാം. എന്തായിരിക്കും വരാം അവിടെ? At 10 o'clock. Yeah, the meeting starts at 10 o'clock. 10 o'clock. സ്റ്റാർട്ട്സ് ആണ് വരാം. സിംഗിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് സ്റ്റാർട്ട്സ് ആണ് വരാം. മീറ്റിംഗ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വരുന്ന കുഴപ്പ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ സ്റ്റാർട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിഗിൻ പറയാം. തുടങ്ങുക എന്ന് പറയുമ്പോൾ ബിഗിൻ എന്ന് പറയാം. അപ്പൊ the meeting begins at 10 o'clock എന്ന് പറയാം. എന്തൊക്കെയോ എവിടേക്കോ ഇതിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ കുറച്ച്. ഞാൻ എന്ത് പറയണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇന്ത്യ എല്ലാത്തിനും കൊണ്ട് ചേർക്കും. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്ന ക്ലിയർ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോ ഒരു കാര്യം വേറെ എന്താ പറയാ, നീ ഇത് ഇംഗ്ലീഷ് പഠിക്കുന്നു. നീ ഇത് ഇംഗ്ലീഷ് പഠിക്കുന്നു ഞാൻ പറഞ്ഞു. സോറി ഐ ആം സ്റ്റഡി ഇംഗ്ലീഷ്. നീതു എന്നാ ഞാൻ പറഞ്ഞത്. നീതു സ്റ്റഡി ഇംഗ്ലീഷ്. നീതു സ്റ്റഡീസ് ഇംഗ്ലീഷ്. അയ്യോ സോറി. നീതു സ്റ്റഡീസ് ഇംഗ്ലീഷ്. കറക്റ്റ് ആണ്. ഓക്കെ, അല്ലേ? കറക്കി കിട്ടി.
സ്റ്റഡീസ് പറയാം, ലേൺസ് പറയാം, എസ് ആഡ് ചെയ്യണം. സിംഗിളിന്റെ കൂടെ എസ് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനി എന്താ പറയാ, അവൾ പിക്ചർ, അവൾ പടം വരയ്ക്കുന്നു. ഷീ ഡ്രോസ്, അവൾ പടം വരയ്ക്കുന്നു. ഡ്രോസ് ഇൻ ദി പിക്ചർ. ഷീ ഡ്രോസ് ദ പിക്ചർ എന്ന് പറയാം. ഒരു ചേർത്ത് കൊടുക്കും കേട്ടോ, നല്ല സെന്റൻസിൽ ബാക്കി ഉണ്ടാകും. ഷീ ഡ്രോസ് എ പിക്ചർ, അവളൊരു പടം വരയ്ക്കുന്നു. ഓക്കെ. ഇനി അവൾ പടം വരയ്ക്കുകയാണ്. എങ്ങനെയാ പറയാ? അവള് പടം വരയ്ക്കുകയാണ്. ടീച്ചർ ഒന്നും കൂടെ പറ. അവൾ പടം വരയ്ക്കുകയാണ്. ഡ്രോയിങ് എ പിക്ചർ. ഡ്രോയിങ് എ പിക്ചർ. ഡ്രോയിങ് പിക്ചർ. പറഞ്ഞോ. അവൾ പടം വരയ്ക്കുകയാണ്. അവൾ പടം വരയ്ക്കുകയാണ്. ഷീ ഡ്രോയിങ് എ പിക്ചർ. ഡ്രോയിങ്. അവൾ പടം വരയ്ക്കുകയാണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോ ഷീസ് ഡ്രോയിങ്. ഷീസ് ഡ്രോയിങ് എ പിക്ചർ. ഒരു ING ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്സിലറി എന്തായാലും വേണം. ഓക്കെ. ING ഫോം ഉണ്ടെങ്കിൽ ഓക്സിലറി നിർബന്ധമാണ്. അപ്പൊ നീതു അറിയാണ്ടാണെങ്കിൽ പോലും ഡ്രോയിങ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കൂടെ ഒരു ഈസ് വേണം. അത് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ ഒരു ഈസ് വേണം. മനസ്സിലായോ? ഷീസ് ഡ്രോയിങ് എ പിക്ചർ. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ചെയ്യുകയാണ്, പഠിക്കുകയാണ്, പോകുകയാണ്, വരയ്ക്കുകയാണ് എന്നൊക്കെ പറയുന്ന എല്ലാവരും കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു ഓക്സിലറിയും വേണം, ഒരു ING ഫോം വേണം, മാത്രം മതി. ഓക്കെ. അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ്. അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ്. ഇങ്ങനെ ആലോചിക്കട്ടെ. അവൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാണ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ്? അത് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ING അല്ലേ? അതന്നെയാണ്. വെറുതെ തെറ്റിക്കുന്നത്. മനസ്സിലായോ? എന്തോമേ? വെറുതെ അല്ല തെറ്റിക്കുന്നത്. സ്ട്രക്ചർ പഠിച്ചിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത്. എന്താണ് സ്ട്രക്ചർ? എന്താണ് ശരിക്കും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ്? ഞാനിങ്ങനെ പഠിച്ചേ. സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ അവൾ ഡാൻസ് കളിക്കുകയാണ് എന്ന് പറയുന്ന സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതറിയാം. ഇറ്റ്സ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ പിന്നീട് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? അതിൽ സബ്ജക്ട് ഏതാണ്? അവളാണ്. അവൾ എന്ന് പറയുമ്പോൾ ഷീ ആണ്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഷീയുടെ കൂടെ നമുക്ക് ഒരു ഓക്സിലറി ആവശ്യമാണ്. ഓക്കെ. സോ after that then adding is, auxiliary is, she is. then പറയുന്നത് എന്താണ്? വെർബും ING ഫോം ആണ്. അപ്പൊ വെർബ് എന്താണ്? ഡാൻസ് ആണ് വെർബ്. അപ്പൊ ഡാൻസിങ് ആണ് വരെ. ഷീ ഈസ് ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. ഇത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. ഇത് വളരെയധികം സിമ്പിൾ ആണ്. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാനോ ടെൻഷൻ അടിക്കാനോ പാടില്ല. ഇതെങ്ങനെ എത്രയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുക. ഓക്കെ. ക്ലിയർ? ഞാൻ എങ്ങനെ തിരിച്ചു മറിച്ചെടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. അത്രയും ക്ലിയർ ആകണം ടെൻസ്.
ഇനി അവൻ ബസ് കാത്തുകയാണ്. അവൻ വേണ്ട, ഞങ്ങൾ ബസ് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുകയാണ്. പറയൂ നീതു. We are waiting. We are waiting the bus We are waiting. the bus stop. We are waiting. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ബസ്സിനാണ്. We are waiting the bus. We are waiting. എന്തിനു വേണ്ടി? വേണ്ടി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഏതാണ്? For. We are waiting for the bus. We are waiting for the bus. We are waiting for the bus. For the bus. അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ പ്രപ്പോസിഷന് പറയില്ല. എല്ലാം ഞാൻ ഒന്നുകൂടെ പഠിപ്പിക്കാം. നിങ്ങള് നോക്കിയിട്ട് വന്നോ? ഞാൻ പറഞ്ഞിരുന്നു പ്രപ്പോസിഷൻ ടെൻസ് നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയോ എല്ലാവരും? ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു. പഠിച്ച ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് യൂട്യൂബിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഓക്കെ, ആൻസി റെസ്റ്റ് എടുത്തോളൂ. അടുത്ത ആൾ വിളിക്കാൻ. നെക്സ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. ഞാൻ വിളിക്കുന്നുണ്ട്, പോയല്ല. അടുപ്പിച്ചിട്ട് ഞാൻ പോവുള്ളൂ. എല്ലാവരും പഠിപ്പിക്കും ഞാൻ. മാളവിക, യെസ് മിസ്. പ്രപ്പോസിഷനും ടെൻസ് ഒക്കെ നോക്കിയിരുന്നോ? ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ കയറി ഉണ്ടായില്ല, ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ല മിസ്, ഒരു ഹോസ്പിറ്റൽ കേസ് പോയിട്ടായിരുന്നു, അതുകൊണ്ടാ. എന്താ പ്രപ്പോസിഷനും ടെൻസിനും ഡൗട്ട് ഉണ്ടോ? പ്രപ്പോസിഷൻ ടെൻസില് ചെറുതായിട്ട് ഡൗട്ട് വരാറുണ്ട്, പ്രപ്പോസിഷൻ അങ്ങനെ തോന്നാറില്ല. അപ്പൊ ടെൻസ് ഇപ്പൊ ഞാൻ ഇതിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ മിസ് അത് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്? സിംഗിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് എസ് അല്ലെങ്കിൽ എസ് ചേർക്കേണ്ടത്. അത് അങ്ങനെ പറയാറില്ല. ഞാൻ പാട്ട് കേൾക്കുന്നു, എങ്ങനെയാ പറയാം? I am listening to the music. ഞാൻ പാട്ട് കേൾക്കുന്നു. I am listening the music. Not am. I listen the music. കേൾക്കുന്നു. ഇനി ഞാൻ പാട്ട് കേൾക്കുകയാണ് എന്നാണെങ്കിലോ? I am listening the music. I am listening the music. അപ്പൊ കണ്ടിന്യൂസ് പ്രോസസ് വരുമ്പോ ഒരു ഓക്സിലറിയും ing ഉണ്ടാവണം. സിംഗിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ജസ്റ്റ് ഒരു സബ്ജക്റ്റും വെർബും മാത്രമേ വരൂ. അതാണ് വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി പുറത്തത് ഞാൻ ഒരു ലെറ്റർ എഴുതുകയാണ്. അവൾ ഒരു ലെറ്റർ എഴുതുകയാണ്. She is writing a letter. Yeah, she is writing a letter. Correct. Okay, then ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്യുന്നു. We are waiting for her. വെയിറ്റ് ചെയ്യുകയാണ് എന്നല്ല, ചെയ്യുന്നു, ജസ്റ്റ് ചെയ്യുന്നു. That's all. അപ്പൊ സിംഗിൾ പ്രസന്റ് ടെൻസിലേക്ക് വരും കേട്ടോ.
ചെയ്യുന്നു, പോകുന്നു, കാണുന്നു എന്നൊക്കെ പറയുന്നതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാ വരാം. അപ്പൊ എങ്ങനെ വരും? ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. We waits for her. Yeah, we waits not, waits ഇല്ല, wait. Wait for her. We wait for her. അങ്ങനെയാണ്. Okay, then അവർ ഡിന്നർ കഴിക്കുന്നു. അവൾ ഡിന്നർ കഴിക്കുന്നു. അവർ ഡിന്നർ കഴിക്കുന്നു. They are eating dinner. കഴിക്കുന്നു. They are eat dinner. They eat dinner. Sorry. They eat dinner. Dinner. കഴിക്കുന്നു. Okay, ഇനി ഞാൻ അവരുടെ കൂടെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഞാൻ അവരുടെ കൂടെ എറണാകുളത്തേക്ക് പോവുകയാണ്. അവരുടെ കൂടെയാണല്ലേ? I am going with them to Ernakulam. I'm going to Ernakulam. With them. With them. Yes. ഏകദേശം സെറ്റ് ആണല്ലോ മാളവിക. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും മാളവിക ഏകദേശം ഓക്കെ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആർക്കാണ് ഡൗട്ട് ഉള്ളത്? നീതൊരു കുറച്ചുകൂടെ ഉണ്ട് ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറയുന്നത് നിങ്ങളെ കൂടി ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ആർക്കെല്ലാം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ 2-3 പേര് മാത്രമേ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആണ് പറഞ്ഞു. ബാക്കി ആരും മിണ്ടുന്നില്ല. കാരണം അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അത് സംസാരിക്കാൻ റെഡി അല്ല എന്ന് പറയും? അറിയില്ല, അറിയില്ല കേട്ടോ. സോ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാൻ ഓക്കെ ആണോ? ഫീലിംഗ് ആണോ? ആൻസി, നീതു, അഞ്ജലി സാഹചര്യം പോലെയാണല്ലേ? അപ്പോ റെഡിയാണ്. ഫേസ് ടു ഫേസ് നമുക്ക് നോക്കി സംസാരിക്കാം. സ്നേഹ എനിക്ക് അറിയാം കേട്ടോ. സ്നേഹയുടെയും അഞ്ജലിയുടെയും കാര്യം എനിക്ക് ഏകദേശം അറിയാം. അഞ്ജലി ഇപ്പോ നമ്മൾക്ക് വയ്യ, നെക്സ്റ്റ് വീക്ക് ഇങ്ങനെയൊന്നും അറിയില്ല. സോ പറ്റുമോ നോക്കാം. നിമ്മി ഓക്കെ ആണ്, നീലു ഓക്കെ ആണ്. ഷഹന ഇവിടെ ആയിരുന്നു, ഓക്കെ ആണ്. ഓക്കെ, അപ്പോ ക്യാമറ ഓൺ ചെയ്യാൻ ഓക്കെ ആണ്. കുറച്ചുപേര് ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ആൻസി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനാണ് കിട്ടിയ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ എല്ലാവരെയും പോസ് ചെയ്യില്ല കേട്ടോ. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മതി. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടെൻസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് എല്ലാവരും നോക്കിയിട്ട് വരാം. ഓക്കെ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ് ആയിട്ട് വലിയായിട്ട് നിങ്ങൾ കാണും, നോക്കിയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞതായി. എനിക്ക് പലവർക്കും പല രീതിയിലാണ് ഡൗട്ട് വരുന്നത്. ഓക്കെ, സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാം പയ്യെ നമുക്ക് ക്ലിയർ ചെയ്ത് വരാം. ഓക്കെ, അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്താണ് ടെൻസ്, എന്താണ് മനസ്സിലാകാത്തത്, എന്തുകൊണ്ടാണ് അത് ക്ലിയർ ആകാത്തത്, എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കൂ. നിങ്ങളുടെ പ്രോബ്ലം എന്താണ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്നോടൊന്ന് പറയും. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ക്ലാരിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, എല്ലാവരുടെ കൂടിയാണ് പറയുന്നത് കേട്ടോ. ഈ കോഴ്സ് അധികം നാളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണം. മേ ബി നെക്സ്റ്റ് മന്തോട് കൂടി നമ്മുടെ കോഴ്സ് കഴിയാൻ ചാൻസ് ഉണ്ട്. സോ അതുവരെയെങ്കിലും
നമുക്ക് ഈ ടെൻസ് എങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ടെൻസ് എങ്കിലും എന്നെ കൊണ്ട് പഠിപ്പിച്ചിരുന്നു. എനിക്കും ഒരു സമാധാനം വേണ്ടേ? ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് വരും. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇപ്പൊ സമ്മതിച്ചിട്ട് പോകും. ലാസ്റ്റ് എന്നോട് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ നോക്കിയില്ല എന്ന് പറയരുത്. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങള് ക്ലാസ് ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ ഒന്നുകൂടെ. Okay. So, yeah, thank you all. See you on the next class. Okay, bye. Thank you so much, ma'am.